ലങ്കി മാറിയും യേശു അതോ ഹായ് ചങ്ങളെ, നമ്മളെ കോയയും കുഞ്ഞാപ്പും ഒഴുകൂരുള്ള പാലത്തിങ്ങൽ കിഡ്സ് ഗോവ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രസകരമായിട്ടുള്ള വീഡിയോയുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. Without further ado, please join me in welcoming the one and only Kombankadu Koya and Kunnapu, the comedy kings, who are sure to light up the stage with their unforgettable humor and charm. Let's give them a warm round of applause. I also have the immense pleasure of hosting two extraordinary questions. നമുക്ക് ഏവർക്കും ഫെയിലർ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, പ്രത്യേകിച്ച് മലപ്പുറംകാരുടെ ഇടയിൽ ഏറെ ശ്രദ്ധേയമായ കൊമ്പങ്കാട് കോയൻ കുഞ്ഞാപ്പു. Yes, I'm talking about the incredibly talented and entertaining duo Kareem and Nasir. These two renowned stars, comedy stars and YouTubers have brought smiles to countless faces. With a huge round of applause, let's welcome Assalamualaikum. Good evening. എവിടുക്കാ പോണെന്നോ? ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, കൊമ്പങ്കാട് കോയ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും കിഡ്സ് സ്കൂളിന്റെ 3rd ആനുവലിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെ ഒരുപാട് കാലമായിട്ട്, അതായത് നമുക്കൊക്കെ ഇതുപോലത്തെ പരിപാടി കിട്ടുമ്പോഴേ നിങ്ങളെ വന്ന് കാണാനുള്ള അവസരമുള്ളൂ. ഞങ്ങളെ കാണുന്നുണ്ട് വൈകുന്നേരം ഞങ്ങൾ കീസിയിൽ നിർത്തും, 5 മണിയായി എത്തും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നത് ഇതിന്റെ ഭാരവാഹികളോടും ഇതിന്റെ കമ്മിറ്റിനോടും നമ്മളെ മാനേജ്മെന്റിനോടൊക്കെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്രൗഡ് ഉണ്ടാക്കി തന്നെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത മുത്തുമണികളെല്ലാം ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താണ് സുഖല്ലേ? ഓ കണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കളർ കഴിക്കാൻ പരിപാടി പൊളിച്ചെടുക്കട്ടെ. വേദിയിൽ നിൽക്കുന്ന മതി, വേറെ എന്തെങ്കിലും തന്നെ സ്കൂളായോണ്ടേ ഞാനും സ്കൂളിൽ അങ്ങനെ അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇതിനെ വെറുതെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് തല്ലണ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അതിനൊക്കെ എന്നെ തല്ലണ നിങ്ങൾക്ക് ഇഷ്ടം? എന്നെ തല്ലണ ഇഷ്ടം? ഞാൻ പറഞ്ഞോളൂ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിന് പുറത്താണ് തല്ലിന് ഇഷ്ടം. ഓലാണ് നിന്നോട് ചോദിച്ചത് എന്തിനാ തല്ലണോ അതിന്റെ ചെയ്തോക്കെ അങ്ങനെ ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ പൊട്ടിച്ചത് ഇഷ്ടം. ചാടി അടിച്ച് പോയാക്കാന്നാ പറയാം അല്ലേ? ഒന്നും പൊട്ടിച്ചാലോ? എന്താ രസല്ലേ? ഒന്നും തന്നാലോ? എന്നാ വേണ്ടല്ലേ? വേണ്ട, ഇന്ന് അടിയില്ല. നേർക്കോലിയായിട്ടാണ് തിരിച്ചടിച്ചണ ഇഷ്ടല്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ ഉണ്ടാത്തേ അപ്പൊ ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? ഇൻഷാല്ലാ ക്രിസ്മസ് ഓഫറായിട്ട് ഒന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ട്. ന്യൂ ഇയർ കഴിഞ്ഞാൽ പിന്നെ തുടങ്ങില്ലേ? അയച്ചു കിട്ടുന്നല്ലോ വെച്ചാൽ പറഞ്ഞേ ഇന്ന് അടിയില്ല. ഇന്ന് വന്നിക്കണത് പ്രോത്സാഹനാക്കാനാ അല്ലേ? നിങ്ങളെ കഴിഞ്ഞല്ല കാത്തുന്നേ എല്ലാം ഉണ്ട്. എന്റെ പരിപാടിയൊക്കെ ഉണ്ട്, നാടോടി നൃത്തം ഒക്കെ ഉണ്ട്. എന്തേ വേണ്ടേ? അതന്നെ. അപ്പൊ ഇവർക്ക് അടിയിട്ടാണ് എന്തെങ്കിലും ഇങ്ങനെ അടി വേണോ? ശരി അതിനാ വന്നത്.
പരിപാടി അവതരിപ്പിച്ചാലല്ലേ വന്നേ? അടി വാങ്ങണം സാറിയോട് അടി വാങ്ങണം ഏഹ്? ഇതൊരു വാങ്ങിക്കാം എത്താണ്? ചെറുതായിട്ട് ചെറിയ പൊട്ടിച്ചത് എന്താ നിങ്ങളൊരു അമ്മ, എത്താ ഇങ്ങനെ? ഒന്നാം കൊടുത്താലോ എന്തായിക്കോട്ടെ ഒരു അവസ്ഥല്ലോ ഇത്ര തോന്നുന്ന ആൾക്കാർ ആന്ന് പറയുമ്പോ അപ്പൊ തന്നെ അടിച്ചാൽ കിട്ടണത് കൊടുത്താലോ ആണ്ടാ വാങ്ങണം ഓക്കെ നിങ്ങൾ വേണ്ടിയല്ലേ അതിനല്ല ഒരു മിനിറ്റ്. അതിന്റെ മുന്നേ നിങ്ങൾക്ക് മണിച്ചിത്രത്താലെ നാഗവല്ലിനാണോ ഇഷ്ടം, കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണിയാണോ ഇഷ്ടം? കലാപമണിയല്ല, ജാൻമണി. ഇഷ്ടം? എന്നാ ആ ഡയലോഗോട് കൂടിയിട്ടുള്ള അടിയായാലോ? സപ്പോർട്ട് ചെയ്യോ? ഉറപ്പ്? റെഡി? അടി ഉണ്ടായിരുന്നു ഓക്കെ, തുടങ്ങാം. കൊമ്പക്കാട് പോയ വാതിൽ തുറക്കേ ഇന്നേക്ക് വെള്ളിയാഴ്ച അതൊക്കെ പറഞ്ഞത് വാതിൽ തുറക്കേ ജുമാക്ക് പോകാൻ നേരായി എന്നിട്ടൊന്ന് എൻ്റെ രക്തത്തിൽ കുളിച്ച് ഒപ്പന ഞാൻ സാരി വെക്കും. അന്റെ ഉമ്മ കുട്ടിപ്പുഴ ചെയ്യുന്ന വിചാരിച്ചില്ല പിന്നെ ലജ്ജ് ഉണ്ടാകുന്നില്ലേ എനിക്ക് പോണം, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. ആ നല്ലൊരു കഴിക്കാൻ അത്ര മതി ചെറിയൊരു പോട്ടല്ലേ അപ്പോ വേദിയിലിരിക്കുന്ന വേദ്യക്ഷൻ തുടങ്ങി അപ്പൊ അടുത്ത എന്തൊക്കെ നിങ്ങൾക്കുള്ള സാധനം തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ത് സെയിമേ ആരാ ആരാ സൈനാന്ന് പറഞ്ഞ ആരാ? ആ അതാ പച്ചക്കാരുള്ളൂ. അതൊന്നുമില്ല അതിനൊന്നും കൊടുക്കുന്നില്ല ഓക്കെ ഒരു മിമിക്രി കൊടുത്താൽ ഉണ്ടായിക്കോട്ടെ ആണോ? ഓട്ടെ ആദ്യമായിട്ട് മലയാള സിനിമയിൽ വിട പറഞ്ഞു പോയ വിട വിട അങ്ങനെ ആളെ പറയാം വിട പറഞ്ഞു പോയ കുതിരവട്ടം പപ്പുചേട്ടൻ. കുതിരവട്ടം പപ്പുചേട്ടൻ എടുക്കണ്ടേ? സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ. ദാസപ്പൂ എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടുമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളുടെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാണ്. അസമയത്ത് നമ്മൾ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുടിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിടത്ര മോശമല്ല. താങ്ക് യു. കൈയടിച്ചാൽ എല്ലാവർക്കും കേൾക്കൂലോ കണ്ട ആൾക്കാരെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയട്ടെ. ഞങ്ങൾ വീഡിയോസുകൾ എല്ലാം കാണുന്നില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ എന്നാ എനിക്കിഷ്ടം ഏതാണെന്നറിയോ? പറയട്ടെ. നീർക്കോലി തവളായിക്കാണ്ട് 2 റണ്ട് അതിന്റെ ഡ്രമ്മിന്റെ ഉള്ളിൽ ഒരു പോക്കോണ് കണ്ടുകളോ? ഒരുപാട് ആൾക്കാരെ മൂക്ക് എന്താണോ അത് എഡിറ്റ് ആണ്. അത് എഡിറ്റോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതാക്കണോ? ആര് അതന്നെ ഡ്രമ്മക്ക് ഒറിജിനലായിട്ട് ടച്ച് വീണത് തന്നെയാണ്. അപ്പൊ ആ വീഴ്ചയിൽ കുറച്ച് പരിക്കുകൾ പറ്റിയെന്നല്ലാതെ അത് കുറെ ആൾക്കാർ ചോദിച്ചത് നമ്മളോട് എഡിറ്റ് ആണ്, അത് ഒറിജിനലാണ്. നേരിട്ട് ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ ആരും അത് അനുകരിക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ വീഡിയോസ് കണ്ട് കുട്ടികളെ കാര്യമുള്ള ബോധമൊക്കെ ഉണ്ട്. നമ്മളത് വീഡിയോസ് ആണെന്നൊക്കെ അറിയാനുള്ള ബോധമൊക്കെ ഒരു. അപ്പൊ എന്തായാലും അങ്ങനെയാണ് ടോം ആൻഡ് ജെറിയിൽ എന്തൊക്കെ അതെ അതേപോലെ ഫിലിമിലൊക്കെ വെടി അയച്ചിട്ടാണ് കൊല്ലണത്. അതൊന്നും നോക്കണ്ട. ഇവർക്ക് അതിനുള്ള ബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? അത് വീഡിയോസ് അല്ലേ? ആ അവർക്കറിയാം. അപ്പൊ തച്ചതൊന്നും നേത്തോണ്ടിട്ടാന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എല്ലാവർക്കും അറിയോ ഇതിന്റെ ആരാ? റോങ് ആൻസർ. ഫ്രണ്ട്. ഓക്കെ ഞങ്ങളെ ഞാൻ പറഞ്ഞുതരാം, ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ്. അതല്ലേ ഓര് പറഞ്ഞു. ആ ഫ്രണ്ടാണ്. ആ ഇന്ത്യയിലേറെ ബുദ്ധിണ്ടായി. അപ്പോ വാപ്പച്ചി മോനല്ല, അത് വെറും വീഡിയോ മാത്രമാണ്. അത് എന്തിനാ നിങ്ങളിങ്ങനെ വിചാരിക്കുക? എന്തിനാ അപ്പൊ ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യം? നിങ്ങളെ ചിരിപ്പിക്കുക. എൻ്റെ പെരിയിലൊക്കെ എൻ്റെ വാപ്പിയും ഇരുന്ന് കാണും. എപ്പോഴാ അറിയോ? ഞാൻ ഇല്ലാത്തപ്പോൾ ചിലത് രാത്രിയൊക്കെ ഇരുന്ന് കാണാം. അപ്പം ഇങ്ങനെ ഒച്ച ഇങ്ങനെ കേൾക്കാം. അപ്പം എന്താ നോക്കുമ്പോൾ
വെറുതെ അതിങ്ങനെ കാണണം. അപ്പൊ ഇവര് ചിരിക്കണ കാണുമ്പോൾ നമുക്ക് നല്ല നല്ല സന്തോഷം കാര്യത്തില്. അതുകൊണ്ട് മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണേ. നിങ്ങളെല്ലാവരും അതിനൊക്കെ സപ്പോർട്ട് അല്ലേ അല്ലേ? എന്നാ കൊമ്പങ്ങാട് കോയാക്കി കുഞ്ഞാപ്പുകി രണ്ടും ചെയ്യുന്നേ. ഓക്കെ, ഇനി വിളിച്ചാൽ ഇനി വിളിച്ചാൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ വിളിച്ചാലേ സൈനകി അത് വിളിച്ചാൽ ഞാൻ ആയിക്കോ. ഓക്കെ സൈനാക്കി വിളിച്ചേ നബീബി ഞാനും വിളിച്ചു. എന്താ അത്ര കോൾ മറ്റേ. അപ്പോൾ സ്കൂളിലത്തെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ലോണം പഠിച്ചോളൂ. അല്ല പഠിച്ചോണ്ടു. പഠിച്ചാത്തിന്റെ സങ്കടം ഞങ്ങൾക്ക് നല്ലോണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇതേപോലത്തെ ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ സംഭവം മനസ്സിലാവുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് മാഷുമാരും ടീച്ചർമാരൊക്കെ എന്ത് പറയും? ബെഞ്ചും പഠിച്ചിട്ട് ഇതെന്താ ചന്തയാണോ? സംസാരിക്കരുത്, നിങ്ങൾ നാളെ ഇതിനെ കുറിച്ച് അനുഭവിക്കും. ആ സാധനങ്ങളൊക്കെ പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളും പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർമാരോട് പറഞ്ഞിരുന്നു. നാളെ അനുഭവിച്ചാൻ പോവല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, രണ്ടക്ഷരം പഠിച്ചോളൂ. നാളെ നമ്മൾ എന്താവും എവിടെ എത്തും ഒന്നും പറയാൻ പറ്റില്ല. നല്ല പഠിക്കലില്ലേ? നല്ല പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് ഒന്നിനും മടി വിചാരിച്ചത് ഈ പങ്കെടുക്കുന്ന കുട്ടികളോടോ അല്ല എല്ലാവരോടായാലും നമുക്ക് ചിലപ്പോൾ നല്ല നല്ല കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ടാവും. മനസ്സിലായില്ലേ? അത് അവരവരെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സത്യം പറയാം, ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇപ്പൊ നമ്മളിതിലേറെ ഇവരിലൊക്കെ ഏറെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. കുറെ രക്ഷിതാക്കൾ വിടാത്തവരുണ്ടാവും, വിട്ടവരുണ്ടാവും, മറ്റുള്ള കുറെ കുട്ടികളുണ്ടാവും. ഓരങ്ങൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിച്ച് എന്ത് സ്റ്റേജ് കിട്ടിയാലും നമ്മളടുത്ത് തെറ്റിക്കോട്ടെ. പാടാൻ വെച്ചിട്ടാ ഞാനും ഇവരൊക്കെ പാട്ട് പാടുന്നത്. സത്യം പറയാം, ഞങ്ങൾക്ക് പാടാനൊന്നും അറിയില്ല. എന്തെങ്കിലും കാട്ടി കൂട്ടേണ്ട വെച്ചിട്ട് സ്റ്റേജിൽ കയറിക്കാട് പാടുകയാണ്. അല്ലാതെ ഞങ്ങൾ പാട്ടുകാരോ മിമിക്രിക്കാരോ ഒന്നുമല്ല. ജീവിച്ച് പോകാൻ വേണ്ടിട്ട് ഒരു മാർഗമാണ്. അഭിനയിച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കാട്ടി വരും. അതൊക്കെ അടുത്ത സ്റ്റേജിൽ കണ്ട കുട്ടികൾ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഒരു ഒറ്റ പാട്ടോട് കൂടി കളറാക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ അല്ലേ? ഒരു നല്ലൊരു കൈയടി. ഓക്കെ, ഗുഡ്. മാത്രല്ല ക്രിസ്മസ് ദിനത്തിൽ പിറന്നൊരു യേശു. ലങ്കി മാറിയും യേശു. അതോ അത് എപ്പോഴും വേണ്ട, അത് വീഡിയോയിലേ പറ്റുള്ളൂ. നമുക്ക് സിനിമ പാട്ട് പറയാമോ? ഏറ്റു പറയാനും കോമഡി പറയാനും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല. എന്നാലും സങ്കടം ഉണ്ട് പോകുമ്പോ. അപ്പോ സംഭവം കളറായി പോകുന്നുള്ളവർക്കറിയാം. ആയില്ലേ? അപ്പൊ നല്ലൊരു കൈയടിയാണ്. ഇതേപോലെ ഞങ്ങളെ വീഡിയോസുകൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ കണ്ടു മുന്നിൽ നിങ്ങളെ TCയിൽ ഞങ്ങൾ എത്തും. അപ്പൊ ഓക്കെ അല്ലേ? ബൈ ബൈ. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരും, വീണ്ടും വരും. എന്താ എങ്ങനെ ഇങ്ങനെ ആ നാനത്തിന് കൊണ്ടാണ് ഓരോ നമ്മളെ പാട്ടിനൊക്കെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് ചാടി കളിച്ചത്. എന്നാ ആല്ലെന്നല്ലേ അവിടുന്ന് കാണുമ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇവിടെ നിൽക്കി. ഓക്കെ, അവിടെ നിന്ന് പോരെ.